ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 46-ാം വാക്യം. യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തില് എപ്പോഴും വിശ്വസ്തത പുലർത്തുവാനായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ഉത്തരവാദിത്തങ്ങള് ദൈവം ഏൽപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ഭൗതികമായ ഉത്തരവാദിത്തമായിരിക്കാം. പല സ്ഥലങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങള് വിശ്വസ്തതയോടുകൂടി നിർവഹിക്കാനായിട്ട് സാധിക്കണം. അതേപോലെ തന്നെ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങള് അതിന്റെ പൂർണ്ണതയില് നിർവഹിക്കുമ്പോഴാണ് എൻ്റെ ദൈവത്തിന്റെ മുൻപില് എനിക്ക് വിലയുണ്ടാവുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും എൻ്റെ പിതാവായ ദൈവം എന്നെ തിരിച്ചു വിളിക്കാം. അവൻ എന്നെ തിരിച്ചു വിളിക്കുമ്പോൾ അവന്റെ മുൻപില് വിശ്വസ്തതയോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മളൊക്കെ മടിയന്മാരായിട്ട് മാറുകയാണ്. ഉത്തരവാദിത്തങ്ങളില് വിശ്വസ്തതയില്ലാതെ മടിയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. എന്നാല് ഈശോ കൃത്യമായിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കുക, യജമാനൻ ഏത് നിമിഷമാണ് വരുന്നതെന്ന് അല്ലെങ്കിൽ വിളിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. യജമാനൻ വിളിക്കുന്ന നിമിഷം എൻ്റെ ജീവിതത്തില് അവൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് ഞാൻ നിർവഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മുൻപില് യജമാനന്റെ മുൻപില് അഭിമാനത്തോടുകൂടി നിൽക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കുമ്പോൾ ഒന്ന് ഓർക്കുക, പിന്നെ നാളെ എന്ന് പറയുന്നൊരു സമയം എൻ്റെ ജീവിതത്തില് ഉണ്ടോ എന്ന് നമുക്കാർക്കും അറിയില്ല, അല്ലെ? നമുക്ക് ആകെ ലഭിക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ഇന്ന് ഈ നിമിഷമാണ്. ഈ നിമിഷം എൻ്റെ ജീവിതത്തില് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, അത് പുണ്യപ്രവൃത്തികളായിക്കൊള്ളട്ടെ, നന്മകളായിക്കൊള്ളട്ടെ, എൻ്റെ യജമാനനായ എൻ്റെ ദൈവം ഏൽപ്പിച്ച ജോലി ആയിക്കൊള്ളട്ടെ, അത് പൂർണ്ണ വിശ്വസ്തതയിൽ നിർവഹിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. നാളത്തെ നിമിഷത്തേക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതിരിക്കുക. അതുകൊണ്ട് ജീവിതത്തില് എപ്പോഴും ജാഗ്രതയോടുകൂടി ജീവിക്കാം. ഈ ഭൂമിയില് ഏത് നിമിഷം എൻ്റെ ദൈവം വിളിച്ചാലും വിശുദ്ധിയോടുകൂടി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് അവന്റെ മുൻപില് അഭിമാനത്തോടുകൂടി ദൈവമേ, നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഈ ഭൂമിയിൽ ഞാൻ നിർവഹിച്ചു എന്ന് പറയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.